ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഹാർഡ് കോറിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകണെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രീഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് ബ്രീഡർ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആർമറും OP ലൂട്ട്സും എൻഷന്റ് ടേബിളും എല്ലാം നമുക്ക് എടുത്ത് സെറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാക്സിമം വലിയൊരു ബ്രീഡർ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പേര് ഇതല്ല, ചെറുത് അത്ര പറഞ്ഞാൽ മതി. ഫുൾ സസ്പെൻസോടെ കണ്ടിരിക്കുക. പിന്നെ ഗൈസ്, നമ്മൾ ഈ സീരിയസ് നിങ്ങൾ എന്നോടൊപ്പം വരുമെന്ന് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും സബും ചെയ്യും, ലൈക്കും ചെയ്യും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചലഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളത് കമന്റും ചെയ്തേക്കും. നമുക്ക് ചലഞ്ച് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. കാരണം ഹാർഡ് കോർ പിന്നെ ചലഞ്ച് ചെയ്യാനുള്ളതല്ലേ, നമുക്ക് മാക്സിമം എങ്ങനെയൊക്കെ ഡൈ ആവണമെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് നമ്മൾ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ എവിടെ ബ്രീഡർ ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കണം. നമ്മളെ ബേസ് ആണ് നല്ല രസമല്ലേ, എന്താ പറയുക, ചെറിയ ബ്ലോസും സ്പ്രൂസും അതിൻ്റെ ഇടയിൽ ഒരു മാസീവ് ബേസ്. മാസീവ് അല്ല, ചെറിയ ബേസാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടും ഇടയിൽ നല്ലപോലെ ഒതുങ്ങി കടന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട, നമ്മളെ ബേസിന്റെ ഒരു ട്രീ വലുതായതാണ്. നമ്മളെ ബേസിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പിലോട്ട് നമുക്ക് ഉണ്ടാക്കിയേക്കാം. അതായത് ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ അത്യാവശ്യത്തിന് നല്ലൊരു പ്ലെയിൻസും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ബേസിൽ പോയിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺ എടുക്കട്ടെ. നമ്മളെ ബേസിൽ എന്താന്ന് വെച്ചാൽ സ്റ്റോൺ ഇല്ല, ആകെ കുറച്ച് സ്റ്റോണേ ഉള്ളു, നമുക്കത് പോരാ. അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോണേ, നമുക്ക് മൈനിങ്ങിന് തന്നെ പോയേക്കാം. ഇവിടെ എവിടെ ഉണ്ടായിരുന്നില്ല നമ്മളെ സീക്രട്ട് മൈനിങ് ഏരിയ? എവിടെയായിരുന്നു? ഇതല്ല, ഇത് നമ്മളെ കൂൾ ഏരിയ. അതൊക്കെ നമ്മളെ സീക്രട്ട് മൈനിങ് ഏരിയ. ഇത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല എന്നാ തോന്നുന്നുണ്ട്. ഞാൻ എന്താ സ്റ്റോൺ മൈനിങ്ങിന്റെ ഭാഗം കട്ട് ചെയ്തിരിക്കുന്നു തോന്നുന്നുണ്ട് ആ ടൈമിന്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചുകൂടി സ്റ്റോൺ അങ്ങോട്ട് എടുത്തേക്കാം. അപ്പൊ കഴിച്ച നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോൺ നമ്മൾ മെയിൻ ചെയ്തിക്കണേ. ഇത് മതിയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. ഇനി നമുക്ക് മേലോട്ട് കയറാം. ഏതെങ്കിലും ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെന്തായാലും നമ്മളെ ബ്രീഡർ ഉണ്ടാക്കുന്ന സ്ഥലത്തിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് അവിടുന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ബ്രീഡർ എങ്ങനെ കറക്റ്റ് ഉണ്ടാക്കാന്ന് ഓർമ്മല്ല, എന്നാലും നമുക്ക് ഉള്ള ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. എങ്ങനെയായിരുന്നു ഇപ്പൊ ബ്രീഡർ ഉണ്ടാക്കിയെന്ന്? 5x5 7x5 അങ്ങനെ തെറ്റല്ലായിരുന്നു. അപ്പൊ ഞാനൊന്നേ ഉണ്ടാക്കട്ടെ. ബ്രീഡർ ഉണ്ടാക്കണതിന്റെ ഇടയിലാണ് നമുക്ക് സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തായാലും ഫാം ചെയ്യാൻ വാട്ടർ വേണം. വാട്ടർ വേണമെങ്കിൽ നമുക്ക് എന്താ അയൺ വേണം. അയൺ നമ്മളൊക്കെ അല്ല. അപ്പൊ നമുക്ക് അയൺ എടുക്കാം. നമുക്ക് വില്ലേജിൽ പോയിട്ട് നമുക്ക് നമ്മളെ ഗോളനെ അങ്ങോട്ട് തട്ടിയേക്കാം. ഇതാ കാരണം നമ്മളെ അയൺ ഗോളൻ, ഈ വില്ലേജിന്റെ രക്ഷകൻ. ഇവനിപ്പൊ അടിക്കാനെന്ന് അറിയാച്ച എനിക്ക് നല്ല രീതിക്കുള്ള പേടിയുണ്ട്. 4 ബ്ലോക്ക് മേലെ കയറിയിട്ട് ഇനി നമുക്ക് അയ്യോ പടിയുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലോക്ക് പൊട്ടിക്കണോ? പൊട്ടിച്ചാ റീച്ച് ആവോ? എനിക്ക് അറിയത്തില്ല. ഇല്ല, ഇനി നമുക്ക് ഇവനങ്ങോട്ട് അടിച്ചേക്കാം. അങ്ങനെ നമ്മള് ഗോളത്തിന് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. 3 അയണേലും കുറഞ്ഞത് തരണേ, 3 അയണേലും കുറഞ്ഞത് തരണേ. ഓ ഗൈസ്, നമ്മളെ ഗോളനെ നമുക്ക് 4 അയൺ തന്നെ നമുക്കൊപ്പം ഒരു ഷീൽഡും ഉണ്ടാക്കിയേക്കാം, ഒരു ബക്കറ്റും ഉണ്ടാക്കിയേക്കാം. നമ്മള് വരണ വഴി നമുക്ക് നൈറ്റ് ആയി. നമുക്ക് ഇനി ഒന്ന് സ്ലീപ്പും പാടിയും ചെയ്തേക്കാം. സ്ലീപ്പ് ആവുള്ള നൈറ്റ് ആയിട്ടില്ല. അത് നമുക്ക് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിള് നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള വുഡ് എടുത്തിട്ട് നമുക്ക് പ്ലാങ്ക് ആക്കിയേക്കാം. ഇനി നമുക്ക് ഇതൊന്നും എടുത്തിട്ട് നമുക്ക് ഷീൽഡ് ആക്കിയേക്കാം. വാട്ടർ ബക്കറ്റ് ഇതിൽ തന്നെ ഉണ്ടാവും. ഫസ്റ്റിലേനെ ഉണ്ടാവാനാണ് ചാൻസ് അധികം. അതൊക്കെ അങ്ങനെ നമ്മൾ വാട്ടർ ബക്കറ്റും ക്രാഫ്റ്റ് ചെയ്തിക്കണി. ഇനി നമ്മളെ അയണില്ല. പിന്നെ ഒരു അയൺ പിക്കാക്സ് നമുക്ക് ചെസ്റ്റിലുണ്ട്, നമ്മള് വില്ലേജിൽ ലൂട്ട് ചെയ്തപ്പോ കിട്ടിയേ. അപ്പൊ നമ്മള് നൈറ്റിൽ എന്തായാലും നമ്മൾ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ കടന്നുറങ്ങിയിരിക്കണേ. ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ ഫാമിങ്ങിന്റെ ബാക്കി ചെയ്യണം. അതിന്റെ ഒപ്പം അയ്യോന്റെ വുഡില്ലേ? വുഡ് ഉണ്ട്. നമുക്ക് ഈ വുഡ് വെച്ച് കുറച്ച് ഒരു 2 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഹോയും പാടിയും ക്രാഫ്റ്റ് ചെയ്യണം. എന്നാലുള്ള നമുക്ക് അവിടെ ഫാം ചെയ്യാൻ പറ്റുക. നമ്മളെയൊക്കെ ഫാം ചെയ്യാൻ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. ബട്ട് നമ്മൾ എന്തേലൊക്കെ എന്തായാലും ചെയ്യും, ഉറപ്പാണ്. ചിലപ്പോ നമ്മള് വീണ്ടും വില്ലേജിൽ പോയിട്ട് ഒന്നുകൂടി ലൂട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മള് റീപ്ലേ അല്ല, ഇനി നമുക്ക് എന്താ പറയുക, വീഡിയോത്തെ കട്ട്സ് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതില് വാട്ടർ ഒഴിക്കണല്ലേ, അപ്പൊ വെള്ളം നമുക്ക് ഇവിടെ നിന്ന് എടുത്തേക്കാം. അയ്യോ, ഇത് വെള്ളം എടുക്കാനൊക്കെയാണ് ഇപ്പൊ നല്ല പണി, മടിയാണ് കഴിച്ച് എന്ത് ചെയ്യാനും. നമ്മള് ബ്രീഡർ ഇപ്പൊ കാണാൻ എങ്ങനെയാണ് ഏകദേശം ഒരു സെറ്റപ്പ്. ഇത് മതിയില്ലേ? ഫുള്ള് പണി ചെയ്യാനിട്ടില്ല. എന്തായാലും വാട്ടർ ഒഴിച്ച് ഇനി നമുക്കിത് ഫുള്ള് ഇതാക്കിയേക്കാം. എന്താ പറയാ, ഹോ ഇതേക്കാം.
ഗൈസ് അങ്ങനെ നമ്മൾ രണ്ട് സീഡും പാടിയും എന്താ പറയാ കുഴിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ പാടി ഒന്നാക്കിയേക്കാം. ഇനി നമുക്ക് ഇവിടേക്കും ചെറിയ ഒരു 3 ബെഡ് വെക്കാനുള്ള ടൈപ്പിൽ റെഡി ആക്കണ്ടേ, നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഇങ്ങനെ 3 ബ്ലോക്ക്, 3 ഒന്നുകൂടി ബാക്കിലോട്ട് പോകണം എന്നാ തോന്നണേ. നമുക്ക് ഇവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്തേക്കാം. നമ്മളെ ലേഔട്ട് ഇട്ടിക്കണി. നമുക്ക് ഒന്നുകൂടി മേലോട്ട് ബിൽഡ് ചെയ്യാം. നമുക്ക് മേലെ സ്ലാബും പാടി അങ്ങോട്ട് വെച്ചേക്കാം. അപ്പൊ നമ്മള് സ്ലാബും പാടിയും വെച്ചിക്കണേ. ഇനി നമുക്ക് പോയിട്ടേ കുറച്ചും കൂടി വാട്ടർ എടുത്തേക്കാം. അങ്ങനെ വല്ല MLG ഒക്കെ അത്യാവശ്യത്തിന് വന്നാൽ നമുക്ക് ചെയ്യണ്ടേ. ഈ MLG എന്താ പറയുന്നത് എനിക്കറിയില്ല. നമുക്ക് ക്ലച്ച് എന്ന് പറഞ്ഞാൽ മതി, വാട്ടർ ക്ലച്ച് അത് മതി. അതാണ് ഇതിന് ഒന്നുകൂടി എന്താ പറയാ അനുയോജ്യമായി എനിക്ക് തോന്നുന്നേ. ഇനി അങ്ങനെ ഒരു പണിയില്ലേ, വില്ലേജേഴ്സിന് ഇതിനുള്ളിൽ കയറ്റണല്ലേ, അതിനങ്ങോട്ട് മറന്ന്. വില്ലേജേഴ്സ് ഇല്ലാതെ എന്ത് നമുക്ക് ഇതെന്തായാലും പൊട്ടിച്ചേക്കാം. നമുക്ക് ഒരു ബോട്ട് എടുത്തിട്ട് നമുക്ക് എന്തായാലും വില്ലേജേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ പോവാം. എന്തായാലും നമ്മളെ ചെസ്റ്റിലുണ്ടാവും ബോട്ട്. അപ്പൊ നമുക്ക് ചെസ്റ്റിൽ പോയിട്ട് ബോട്ട് എടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് ചെസ്റ്റിൽ നിന്ന് ബോട്ട് എടുത്തേക്കണേ. ഇനി നമുക്ക് ഈ ബോട്ട് എടുത്തിട്ട് നമുക്ക് ഒരു വില്ലേജറിനെ ട്രാപ്പ് ചെയ്യാം. ഇവനെ അങ്ങോട്ട് ട്രാപ്പ് ചെയ്തേക്കാം. ഇവന്റെ വർക്ക് പ്ലേസ് നമ്മൾ എടുത്തുണ്ടല്ലോ. ഇനി ഇത് പൊട്ടിച്ചാ ഇവന്റെ ഇത് പോരോ ജോബി. പോയി. ഇനി നമുക്ക് ഇവനായിട്ട് നമുക്ക് നേരെ നമ്മളെ ഇതിലോട്ട് പോകാം. ഏതിലോട്ട്? നമ്മളെ ബ്രീഡറിലോട്ട്. അങ്ങനെ നമ്മള് ഒരു വില്ലേജറിനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരാളെയും പാടിയും കൊണ്ടുവരണം. ഇല്ലാത്ത ടാസ്ക്കാണ് ഈ വില്ലേജറിനെ കൊണ്ടുവരാ അറിയണത്. ഏറ്റവും വലിയ വേറെ ടാസ്ക് ഒന്നും നമ്മക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവന്റെ ബോട്ടും പാടി അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. പൊട്ടിച്ച് ഇനി ഇവനെ നമുക്ക് എന്താ പറയാ ഫ്രീ ആക്കി ഇട്ടേക്കാം. ഇവനെ ഞാൻ ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കാം. ഇങ്ങോട്ട് എന്തായാലും ഇപ്പൊ ഇവര് വരണ്ട. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് ക്ലൈംബ് ചെയ്ത് മേലോട്ട് കയറാം. ഇനി നമുക്ക് ഇവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും 3 ബെഡും പാടിയും കൊണ്ടുവരാനുണ്ട്. ഇനി നമുക്ക് പോയിട്ട് അത് റെഡിയാക്കാം. വുഡ് പെട്ടി ഇതെടുക്കാം. ഇനി നമുക്ക് എന്തായാലും ഇതിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്താ പറയാ സ്മെൽറ്റ് ചെയ്തേക്കാം. സ്മെൽറ്റ് എന്ന് അറിയുന്നത് പ്ലാങ്ക് ആക്കിയേക്കാം. അയ്യോ 40 ഉണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കണ്ട്. ഫസ്റ്റ് കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. ഇത് പ്രഷർ പ്ലേറ്റ് ആണല്ലോ ഉണ്ടാക്കിക്കണി. എത്ര സ്ലാബ് വേണം? സ്ലാബ് എന്തിനപ്പ നമ്മൾ ഉണ്ടാക്കണി? ശരിയാണല്ലോ, സ്ലാബ് അല്ല, സോറി, ട്രാപ്പ് ഡോർ ഉണ്ടാക്കണ്ടേ. ഞാൻ സാധനം മറന്നുപോയതാണ്. അല്ല, സ്ലാബും ഉണ്ടാക്കണം. എന്താണ് ഇപ്പൊ സാധനത്തിന്റെ പേര്? ഈ ബെൽ കൊടുക്കാന് വില്ലേജേഴ്സിന് കൊടുക്കാൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ലാബും പാടി അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. എന്തായാലും ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒക്കപ്പാടി ഒപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് തന്നെ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മളൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി അതെവിടെയാണ്? ഈ സാധനം ഉണ്ടാക്കാൻ. ഈ സാധനം ഉണ്ടാക്കാനാണ് ഇപ്പൊ അത്ര കഷ്ടപ്പെട്ട്. ഇനി എന്തായാലും നമുക്ക് ഉറങ്ങിയേക്കാം. നൈറ്റ് ആയിക്കണി. ഇനി നമുക്ക് വീണ്ടും വർക്കിലോട്ടും പോണം. അതിനിപ്പോ നമുക്ക് എന്താ പറയാ ബെഡും പാടി ഉണ്ടാക്കണം. അതിനെ ഒന്നുകൂടി വരാം. കാരണം ഇപ്പൊ നമ്മളൊക്കെ എന്തായാലും ഷീപ്പില്ല. ഇനി നമുക്ക് എന്താ പറയാ ബ്രീഡറിന്റെ അടിയത്തെ സെറ്റപ്പ് നമുക്ക് റെഡി ആക്കണ്ടേ. അയ്യോ, ഇനി ഇവിടോട്ട് അങ്ങോട്ട് കേറാം. ഇതെങ്ങനെയൊന്ന് ഇത് പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് അയ്യോ ഇപ്പൊ ട്രാപ്പ് ഡോറാണല്ലോ നമ്മള് മാറിയിട്ട് വെച്ച്. നമ്മക്ക് തന്നെ തിരിച്ചിട്ടിയോ? ഇല്ല. ഇനി ഇതങ്ങോട്ട് വെക്കാം. ഞമ്മക്ക് വീണ്ടും പൊട്ടിക്കാം. അയ്യോ, ഞമ്മക്ക് എവിടെ ഇപ്പൊ സാധനം? ഈ സാധനം പാടി വെക്കാം. ഞമ്മക്ക് ഇത് പൊട്ടിക്കാം. അയ്യോ, ഇതെന്താ പൊട്ടാതെ? ഒരുത്തൻ ജോബ് എടുത്ത് 2 ജോബ് എടുത്തേക്കണേ. ഇനി നമ്മക്ക് എന്തുവാ എന്ന് വെച്ചാ ഇവിടെയും ട്രാപ്പ് ഡോർ വെച്ചേക്കാം. അപ്പൊ വില്ലേജേഴ്സിന് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് കേറാൻ വൈകത്തില്ല. ഇനി എന്തായാലും ഇവിടെ ഒന്നും ഇല്ലാത്ത അതിൽ രണ്ടെടുക്ക ഒരു സങ്കടം. ഇപ്പൊ റെഡിയായി. അയ്യോ, ഇനി നമുക്ക് ട്രാപ്പ് ഡോർ വേണല്ലേ. അതിന്റെ കാര്യം ഞാൻ അങ്ങ് മറന്നേ. എന്നാലല്ലേ ഉള്ളൂ ഇവർക്ക് എന്താ പറയാ അടിയിലൂടെയും ചാടാൻ വയ്ക്ക. ഇങ്ങനെ നമുക്കൊരു വഴി ഉണ്ടാക്കട്ടെ. ആ കാര്യം പാടി ഞാനങ്ങട്ടെ മറന്നിക്കണി. വല്ലാത്ത മറവിയായി. ഇനി ഒരു ബ്ലോക്കും പാടി നമുക്ക് അടിക്ക് പോകണം. 3 ബ്ലോക്ക് അടിയിലോട്ട് പോകണം. ഇനി നമുക്ക് 4 ബ്ലോക്ക് ഫ്രണ്ടിലോട്ടും പോകണം. നമുക്ക് ഇവിടെ വാട്ടർ ഒഴിച്ചേക്കാം. നമുക്ക് മേലോട്ടും പോയേക്കാം. മേലോട്ട് എത്തിയില്ലേ? മേലോട്ടെത്തി. ഇതിങ്ങനെ നമുക്ക് എന്താ പറയാ ഫ്രീ ആയിട്ട് ഇട്ടേക്കണം. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് കുറച്ച് ഗ്ലാസും പിന്നെ ബാക്കി നമുക്ക് ബെഡ് കൊടുക്കണം. പിന്നെ 2 ട്രാപ്പ് ഡോറും ക്രാഫ്റ്റ് ചെയ്യണം. അതിനുള്ള ലൂട്ടൊക്കെ ഫസ്റ്റ് എടുക്കട്ടെ. അയ്യോ, നമുക്ക് ഫുഡ് കഴിച്ചേക്കാം. ഇനി നമുക്കിപ്പോ ബെഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്താ വേണം? എന്റെ ഒക്കെ ഇപ്പൊ 2 വൂൾ എന്റെ കയ്യിൽ ഇപ്പൊ തന്നെ ഇരിക്കണ്ടേ. ഇനി ഇങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അറിയാം അത്ര വൂളുണ്ടാവും.
3 വൂള് മൊത്തം ഒറ്റ ബെഡ് ഉണ്ടാക്കാം നമുക്ക്. അയ്യോ വേറെ വൂളൊന്നും ഇല്ല നമ്മളെ കയ്യില്. ഗ്ലാസ് ഉണ്ടോ? ആ ഗ്ലാസ് തോന്നിരിക്കണി, അതെടുക്കാം. ഇനി നമുക്ക് ടോട്ടൽ 3 ട്രാപ്പ് ഡോറും വേണം. ട്രാപ്പ് ഡോർ ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അയ്യോ എവിടെ നമ്മളങ്ങനെ ട്രാപ്പ് ഡോർ നമുക്ക് വേണ്ടത് ക്രാഫ്റ്റ് ചെയ്തിക്കണേ. ഇനി നമ്മൾ എന്തുവാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വീണ്ടും ബ്രീഡറിലോട്ട് തന്നെ പോവാം. കാരണം നമുക്ക് ബ്രീഡറിന്റെ പണിയൊന്നും ഫുള്ള് തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് ബാക്കി ഫുള്ള് ഓഫ് ക്യാമറയിൽ ചെയ്യാം. അതാണ് നല്ലത്, അതായിരിക്കണം നല്ലത്, ഞാൻ ചെയ്യുന്നത് നല്ലത്. ഇനി എങ്ങനെ ഇരുന്ന സംഭവം കറക്റ്റ് ഓർമ്മയിട്ടില്ല. ഇവിടെ ഗ്ലാസ്, അയ്യോ ഇങ്ങനെയല്ലല്ലോ, ഇത് പൊട്ടിക്കണല്ലോ. ഇനി ഇവിടെ ട്രാപ്പ് ഡോർ ഇങ്ങനെയല്ലായിരുന്നു. ഇനി അവിടെ ഒരു ബട്ടനും വരും. ബട്ടൺ ഇപ്പൊ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ബട്ടൺ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് വലിയ പണിയില്ല. ഇതാ ബട്ടൺ. ഇപ്പൊ ഇത് തുറയും. ഞാൻ അടി കൂടെ റെയിൽ വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ പോകും. ഇങ്ങനെയല്ലേ? ഊഫ്, ചിലപ്പോ ഗ്ലാസ് ഒന്ന് പൊട്ടിക്കേണ്ടി വരും. ഗ്ലാസ് വെച്ചപ്പോ നമ്മള് ഗ്ലാസ് പൊട്ടിക്കേണ്ടി വരൂല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, വരുന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇവിടോട്ടൊക്കെ കുറച്ച് റെഡ് സ്റ്റോൺ പരിപാടികളാണ്. അത് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിലോട് സെറ്റാക്കിയാക്കാം. ഇപ്പൊ എന്താ പറയാ, വില്ലേജേഴ്സ് ഒക്കെ അപ്പൊ ഇവിടെ കടന്നോളും. ഇനി നമുക്ക് എന്തായാലും നമ്മള് ഡേർട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ വുഡ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഡേർട്ട് കൈ പിടിക്കാം. ഇനി നമ്മളെ സ്വിച്ച് അവിടെ ഗൈസ്, ആ സ്വിച്ച് ഇതാ. ഇനി നമുക്ക് ഇത് ഇവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ഡേർട്ട് വെച്ചിട്ട് മേലോട്ട് ഇപ്പൊ നമുക്ക് കയറേണ്ട ആവശ്യവും ഉണ്ട്, ആവശ്യമല്ലേ. നമുക്ക് വീണ്ടും ഇതേമാതിരി തിരിച്ചും കയറണം. എന്നിട്ട് നമുക്ക് എന്തുവാന്ന് വെച്ചാൽ ബെഡ് ഉണ്ടാക്കാനുള്ള സംഭവം കൂടി നമുക്ക് റെഡി ആക്കണം. അപ്പൊ ഗൈസ് നമുക്ക് ആവശ്യത്തിനുള്ള വൂള് കിട്ടിയിരിക്കണേ. ഇനി നമ്മൾ ഈ വൂള് വെച്ചിട്ട് ഇവനും പാടി അങ്ങോട്ട് തട്ടിയേക്കാം. ഗൈസ് അലയോനെ തട്ടണില്ല, അക്ക് പേടി അങ്ങോട്ട് ചാടാൻ. ഞങ്ങൾ നമ്മള് ചത്താല. നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ഇവിടുന്ന് തന്നെ കിട്ടി, ബേസിൽ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതിങ്ങനെയും വെക്കുക. ഇനി നമുക്ക് എന്താ പറയാ, വൂള് മേലോട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് 3 ബെഡ് കറക്റ്റ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മളെ ബ്രീഡറിന്റെ അവിടേക്ക് പോയേക്കാം. അങ്ങനെ നമ്മൾ ബ്രീഡറിന്റെ അടുത്ത് എത്തിക്കണേ. ഇനി നമുക്ക് ഇവിടെ വാട്ടർ പ്ലേസ് ചെയ്യാം. മേലോട്ട് എത്തിയോ? മേലോട്ട് എത്തി. ഞാൻ എത്തിയില്ലാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഒരു ബെഡ്, അങ്ങനെ മുട്ടിച്ചിട്ടിടാൻ പാടില്ല അല്ലെ. ഒന്ന് ഇവിടെ, ഇനി ഒന്ന് ഇവിടെ, ഇനി ഒന്ന് എന്താ പറയാ ഇവിടെ നമുക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്തേക്കാം. മൊത്തം 4 ബെഡ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിന്. ഈ സ്പേസ് എന്തായാലും ഒന്ന് ഒഴിഞ്ഞടന്നോട്ടെ. നമുക്ക് എന്തായാലും ഈ സ്പേസിന്റെ ആവശ്യമില്ല, ശരിക്കും പറയാ ആവശ്യമില്ല. വേണിയോ നമുക്ക് ഒരു ബെഡ്റൂം വെക്കാം. പക്ഷെ നമുക്ക് അതിനുള്ള വൂളില്ല. നമുക്ക് എന്തായാലും 3 ബെഡ് തന്നെ ധാരാളം ആണേലും. പിന്നെ നമ്മളതിന് വെറുതെ കഷ്ടപ്പെടുന്നത് ഗൈസ്, നിങ്ങൾ തന്നെ പറയാം നമ്മളെന്തിനാ പിന്നെ വെറുതെ കഷ്ടപ്പെടുന്നേ. 3 ബെഡിന്റെ ആവശ്യമില്ല, നമുക്ക് 3 ബെഡ് വെച്ചാൽ പോരെ. അപ്പൊ നമ്മളെ വില്ലേജ് ബ്രീഡറിന്റെ പണി കംപ്ലീറ്റ് ആയി എന്നാ എനിക്ക് തോന്നുന്നേ. ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ നമുക്കൊന്നുകൂടി ചാടി നോക്കിയേക്കാം. അതെ, വില്ലേജ് ബ്രീഡറിന്റെ പണി ഏകദേശം റെഡി ആയിക്കണേ. ഇനി നമുക്ക് ഇവിടെ ഗോൾഡൻ റെയിലും അതൊക്കെ വെക്കണം. അതൊന്നും നമ്മളൊക്കെ ഇപ്പൊ ഇല്ല. നമുക്ക് ഒരു മൈനിന് ഓഫ് ക്യാമറയിൽ പോയിട്ട് നമുക്ക് ആക്കെ റെഡിയാക്കാം. അതിന് മുന്നേ നമുക്കില്ലേ ഈ വില്ലേജേഴ്സിന് ഹാർവെസ്റ്റ് ചെയ്യാൻ എന്തായാലും ഇട്ട് കൊടുക്കാം. നമ്മള് ഇത് പൊട്ടിക്കുന്ന ടൈമിൽ അതൊരു വാണ്ടർ ട്രേഡർ വന്നിക്കണേ. ഇവൻ എന്തൊക്കെയാ നമുക്ക് തരുന്നതാവും. അപ്പൊ നല്ലതൊന്നും തരുന്നില്ല. ഇവൻ നമുക്ക് എന്താ ചെയ്യാ, അങ്ങനെ നമുക്ക് ഇവനെ കിട്ടി. ഇനി നമുക്ക് ലീഷ് കിട്ടിയോ? ഒരു ലീഷേ കിട്ടിയിട്ടുള്ളു. ഇനി ഒന്നും പാടി വേണല്ലോ. ഒയ്യോ, ആ ലീഷോടെ കിട്ടി. നമുക്ക് ഇവനെയും അങ്ങോട്ട് പിടിച്ചേക്കാം. ആവശ്യമുണ്ട് ഇവരെ പിടിക്കണേ. ഇവരിനെ തുപ്പാണെങ്കിൽ തുപ്പിക്കോട്ടെ. ഇവർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളും ചെയ്യ്, അവിടെ ജീവിച്ചാ മതി. ഞാൻ പോയി. താങ്ക് യു ഫോർ ദ ബൂസ്റ്റ്. ഇനി കുറച്ചു നേരം അവിടെ നിന്ന് തുപ്പട്ടെ. ഇനി അല്ലെങ്കിലേ ഓവറായിട്ട് തുപ്പണി നമുക്ക് പിടിച്ച് തട്ടാം. നമുക്ക് എന്താ വലിയ പേടിയൊന്നും ഇല്ലല്ലോ. ഹേ നമുക്ക് ഇവിടെ കൂടെ മേലോട്ട് കയറാം. അവിടുത്തെ നമ്മള് സ്റ്റോൺ പൊട്ടിച്ചോന്നൊക്കെ ഓർമ്മയില്ല. സ്റ്റോൺ പൊട്ടിച്ചില്ല, ഇപ്പൊ സോപ്പി ഒന്ന് അടിക്കുമല്ലേ. നമുക്ക് ഇതങ്ങോട്ട് ഇവർക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തേക്കാം. ഗൈസ്ക്ക് വെയ്ക്കുന്തോറും ഞാനും അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരെ ഈ ഗ്ലോബറി എടുക്കുമെന്നാവോ? എടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കൊടുത്തേ. അല്ലെ നമ്മളിപ്പോ എന്തിനു കൊടുക്കണേ? ആ സാധനം അവർ എടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് ഇനി കൊടുക്കണില്ല. ഇതിപ്പോ അമ്മക്കനെ കഴിക്കുക, അതാണ് നല്ലത്. ഇവിടെ ഇനി ഒന്നുമില്ല. ഇനി അവരിപ്പോ ബ്രീഡാവാൻ നിക്കാന്ന് എനിക്ക് തോന്നുന്നേ. അതെന്തായാലും അതിന്റെ വഴിക്ക് കിടക്കട്ടെ. അപ്പൊ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ സബും ചെയ്യേ. പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ എല്ലാ എപ്പിസോഡിലും പറയണതിരി നമ്മളെ വീഡിയോ എന്തായാലും 100ന്റെ മേലെ 200ന്റെ മേലെ ആൾക്കാർ കാണുന്നുണ്ട്. മാക്സിമം പോയ 300 ആൾക്കാർ. അതിൽ നിങ്ങളൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. നമുക്ക് എന്താ എന്താ പറയാ, നമ്മളിപ്പോ 80 സബ്സ്ക്രൈബിലായിട്ട് നിക്കണെന്നാ എനിക്ക് തോന്നുന്നേ. എന്തായാലും നിങ്ങൾ ഡു സബ്. നമ്മളെ വീഡിയോ ഉണ്ടെങ്കിൽ പിന്നെ 80% ആൾക്കാർ സബ് ഇല്ലാണ്ട് ഗൈസ്, പ്ലീസ് ഡു സബ്.
അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ. പിന്നെ നമ്മളെ ഹാർഡ് കോർ സീരീസിന്റെ ഒപ്പം എല്ലാവരും നിൽക്കണമെന്നാണ് ഞാനും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് അങ്ങോട്ട് ഞെക്കിയേക്ക്, പിന്നെ ലൈക്കും അങ്ങോട്ട് അടിച്ചു പൊളിച്ചേക്ക്. കാരണം നമുക്ക് ഇനിയും ഹാർഡ് കോർ വീഡിയോസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇനിയും കാണണ്ടേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ.